ഹലോ നമസ്കാരം. വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അപ്പാനി പൊളിയല്ലേ, അപ്പാനി പൊളിയല്ലേ, അപ്പാനി പൊളിയല്ലേ. ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. എൻ്റെ പൊന്ന് ശരത്തപ്പാനി അവിടെ നിന്ന് ബിഗ് ബോസിൽ നിന്ന് പൊളിയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടെ നിന്ന് ഉരുകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ മനസ്സും കൂടെ ഉരുകുകയാണ്. ശരത്തപ്പാനിയുടെ എടുത്തു പറയുന്ന ഭയങ്കര ഭീകര മൂവീസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയാൾ ആദ്യം ചെയ്ത അങ്കമാലി ഡയറീസിൽ അപ്പാനി ചെറുത്ത് കയറി വന്ന് കളിച്ച പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാനുള്ള സാധനമുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സിനിമയിലെ ക്യാരക്ടറിനെ അത്ര ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ചെന്നിട്ട് റിയാലിറ്റി നിന്നിട്ട് കളിക്കുന്ന കാര്യങ്ങൾ വർക്കാവുന്നില്ല. അതിപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പാനി ചെറുത്ത് നേരിട്ട് അടുത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നേനായിരുന്നു. അതിന് ഞാൻ ആരല്ലേ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നുണ്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് പുറത്ത് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണെന്നൊക്കെയാണ് തോന്നുന്നത് എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അക്ബർ പോലും പറഞ്ഞു, നീ നായകനാണെങ്കിൽ അനീഷ് വില്ലനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് അയാളുടെ ബുദ്ധി, അയാളുടെ ഗെയിം. അപ്പാനി ചെറുത്ത് പലയിടത്തും വീഴുന്നുണ്ട്, വീഴ്ചയിൽ നിന്ന് ഉയരുന്നില്ല, വീണ്ടും വീണ്ടും കുഴികുത്തി താഴത്തേക്ക് പോവാണ്. സോ അവിടുത്തെ പരിപാടികൾ വർക്കാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് കോമഡറായിട്ട് വന്ന് കാറിക്കൂവി വേളം ഉണ്ടാക്കി ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീഷ് എന്ന് പറയുന്ന ആളാണ്. ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആൾക്കാർ കാണും, കയറി നോക്കും എന്നുള്ള ഒരു കാര്യം കൊണ്ട് പറയുന്നതല്ല. പേഴ്സണലി ഞാനിപ്പോൾ കുറേ എപ്പിസോഡുകൾ കാണുന്നുണ്ടായിരുന്നു. സോ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് കിടിലൻ കണ്ടസ്റ്റൻ്റാണ്. അതുപോലെ തന്നെ ജിസേലും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അല്ലാതെ കുറേ അയൽക്കൂട്ടം ആൾക്കാരുണ്ട്, അവരെയൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് കൊള്ളക്കളയെന്നായിരിക്കും നല്ലത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മനസ്സിലാക്കി ഫൈനൽ ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് അനീഷ്. അപ്പോൾ തന്നെ അപ്പാനി ശരത്ത് ഒരു കാര്യമില്ല, അനുമോളും യാതൊരു കാര്യമില്ല. അനുമോനല്ലോ, അനുമോക്ക് പറ്റിയൊരു പ്ലോട്ടേ അല്ലത്. കാരണം സ്റ്റാർ മാജിക്കിൽ പോലും നിഷ്കളങ്കയായ മണ്ടത്തരം പറയുന്ന എല്ലാവർക്കും കൊട്ടാൻ പറ്റിയൊരു മണ്ടി എന്ന് പറയുന്നൊരു സ്കെച്ചായിരുന്നു പുള്ളിക്കാരത്തേക്ക് കൊടുത്തത്. പുള്ളിക്കാരത്തിൻ്റെ ക്യാരക്ടർ അതായിരുന്നു. അപ്പോൾ അതേപോലെയുള്ളൊരു പരിപാടി ഇവിടെ പിടിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. കുറച്ച് ആൾക്കാർ എപ്പോഴും കൂടെ വേണം ഇവരുടെയൊക്കെ. അതുകൊണ്ട് കാര്യമില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ടും ഓൾറെഡി അനീഷ് എന്ന് പറയുന്ന ആളൊരു ഗെയിം ഇട്ട് തുടങ്ങി. ഓഡിയൻസിനെ അത്യാവശ്യം പുള്ളി പിടിക്കുന്നുണ്ട്, ആൾക്കാരിലേക്ക് വർക്കാവുന്നുണ്ട് പുള്ളിയുടെ പരിപാടി. അത് പുള്ളിക്ക് അറിയാം, പുള്ളിക്ക് പൾസ് മനസ്സിലാവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അപ്പാനി ശരത്തെ പൊളിയല്ലേ, അളിയല്ലേ, അളിഞ്ഞു പൊളിയല്ലേ ഒന്നും പറയാനില്ല. പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും വരും. നമുക്ക് ആരുടെയൊക്കെ ക്യാരക്ടറൊക്കെ സംസാരിക്കാം. ഇങ്ങനെയൊക്കെ എന്തായാലും ഞാൻ കുറേ ആയി വീഡിയോകളൊക്കെ ചെയ്തിട്ട്, കുറേ ആയി എന്നെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടെ ലൈക്ക് ചെയ്യുക. കാണാത്ത ആൾക്കാരുണ്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ബൈ.